ലേ നഗരത്തിലെ ഒരു ദിവസത്തെ സൈറ്റ് സീയിങ്ങും പിന്നെ കർദുംല പാസിലെ സ്നോഫോളും കണ്ടതിനു ശേഷം ഞങ്ങൾ നൂബ്ര വാലിയിലെ ഹുണ്ടർ എന്ന സ്ഥലത്തെ ടെൻറ്റ് ക്യാമ്പിംഗ് സൈറ്റിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം പൊതുവെ കുറവായത് കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ കുറച്ച് നോർമലാണ്. മരങ്ങളിൽ ആപ്പിളുകളൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ ടാർഗറ്റ് ഫേമസ് ആയ പാങ്ങോങ് ലേക്ക് എത്തുക എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 9 മണിയോടെ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് നൂബ്ര വാലിയിലെ സാൻഡ് ഡ്യൂൺസിലേക്കായിരുന്നു. കർദൂങ്ലയിലെ സ്നോഫോൾ കണ്ടിട്ട് മലയിറങ്ങി ഇവിടെ എത്തിയപ്പോൾ ഇതാ കിടക്കുന്നു ചെറിയൊരു മരുഭൂമി. അതിലും അത്ഭുതമാണ് ഇവിടെ ഒട്ടകങ്ങളും ഉണ്ടെന്ന് കാണുമ്പോൾ. അതെ, ഡബിൾ ഹംപ് ഉള്ള ബാക്ട്രിയൻ ക്യാമൽ. പഴയ ചൈനീസ് സിൽക്ക് റൂട്ടിലെ കച്ചവടത്തിൻ്റെ ശേഷിപ്പാണിവർ. സിൽക്ക് റൂട്ട് പൂട്ടിപ്പോയപ്പോൾ ഇവർ കുറച്ച് പേർ നൂബ്ര വാലിയിലും പെട്ടുപോയി. കുറച്ച് സമയത്തേക്ക് ഒരു ക്യാമൽ ട്രിപ്പ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ഞങ്ങളെ വിളിച്ച് ആശാൻ മൂപ്പരുടെ സ്കില്ലും കാട്ടിത്തന്നു. വഴിയിൽ നിന്ന് പെട്രോൾ റീഫിൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഡിസ്കിറ്റ് എന്ന സ്ഥലത്തുള്ള മൊണാസ്ട്രിയിലേക്കാണ്. ഇവിടുത്തെ ബുദ്ധൻ്റെ പ്രതിമക്ക് 100 അടിയിലേറെ ഉയരമുണ്ടായിരുന്നു. അവിടുന്നുള്ള ബേർഡ് ഐ വ്യൂവും മനോഹരമായിരുന്നു. അധികം വൈകാതെ അവിടുന്നും ഞങ്ങൾ ഇറങ്ങി. ഒടുവിൽ 1:30 ഞങ്ങൾ ലഞ്ച് കഴിക്കാനായി ഒരു നദിയുടെ സൈഡിൽ നിർത്തി. കണ്ടാൽ ഒരു കരിങ്കൽ ക്വാറിയോട് സാദൃശ്യം തോന്നുന്ന ഒരു സ്ഥലത്തുകൂടിയായിരുന്നു ഞങ്ങൾ പിന്നെ പോയത്. ഞങ്ങളുടെ ആശാൻ നല്ല ആവേശത്തിലായിരുന്നു.
ഒരു 3 മണിയോടെ ഞങ്ങൾ ഷ്യോക്ക് എന്ന സ്ഥലത്തെത്തി. അവിടുന്ന് അങ്ങോട്ട് മലകളുടെ രൂപങ്ങൾ മാറി മാറി വന്നു. ഇടയ്ക്കിടയ്ക്ക് ഉരുൾപൊട്ടാറുള്ള ഈ സ്ഥലം കണ്ടാൽ ആരോ പഴയ ഇംഗ്ലീഷ് സിനിമയ്ക്ക് സെറ്റിട്ട് വച്ചതുപോലെ ഉണ്ടായിരുന്നു. ലഡാക്ക് ഏരിയയിൽ എവിടെ പോയാലും ഇതുപോലത്തെ ബെയിലി ബ്രിഡ്ജുകൾ കാണാം. കാരണം പെട്ടെന്ന് തന്നെ അത് ഈസിയായി ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ അതേസമയം മിലിറ്ററിക്കാരുടെ ടാങ്കിൻ്റെ വെയിറ്റ് വരെ ഇതിന് താങ്ങാൻ പറ്റും. സന്ധ്യ ആകാറായപ്പോൾ പാങ്കോങ് ലേക്കിൻ്റെ ഒരറ്റം ഞങ്ങൾക്ക് കാണാൻ തുടങ്ങി. സീസണായാൽ ഇപ്പോൾ പാങ്കോങ് ലേക്ക് കാണാൻ നല്ല തിരക്കാണ്. ലേക്കിൻ്റെ സൈഡിൽ തന്നെ കുറേ വുഡൻ കോട്ടേജസും ഇപ്പോൾ അവൈലബിൾ ആണ്. ആറരയോടെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഞങ്ങളുടെ കോട്ടേജിലും എത്തി. രാവിലെ ഇളം വെയിലും കൊണ്ട് ലേക്കിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ കോട്ടേജിൻ്റെ പുറത്തിരുന്ന് ചായ കുടിച്ചു. അതിനുശേഷം ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾ ലേക്ക് കാണാനായി ഇറങ്ങി. ഐസുരുകി ഉണ്ടാകുന്നത് കാരണം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഈ ലേക്കിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലും വേറൊരു ഭാഗം ചൈനയിലുമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിരനിരയായി വേറെയും കുറേ കോട്ടേജുകൾ കാണാമായിരുന്നു. ഇവിടെ കുറച്ച് സമയം ആസ്വദിച്ച ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പോകുന്നത് 3 ഇഡിയറ്റ്സിൻ്റെ മൂവി ലൊക്കേഷനിലേക്ക്. ശരിക്കും പാങ്കോങ് ലേക്ക് വലിയ രീതിയിൽ പുറം ലോകം അറിയപ്പെടാൻ തുടങ്ങിയത് 3 ഇഡിയറ്റ്സ് മൂവി ഇറങ്ങിയതിന് ശേഷമാണ്. ചെറിയ ബീച്ചുള്ള ഇവിടെ ഫോട്ടോസ് എടുക്കാനുള്ള സെറ്റപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ഇഡിയറ്റ്സ് ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പിന്നെ മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്നും ഇറങ്ങി. വേറൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വിൻ്റർ ടൈമിൽ ഈ ലേക്ക് മുഴുവനായി ഫ്രീസ് ആകും. ആ ടൈമിൽ നമ്മുടെ പട്ടാളക്കാർ അതിൻ്റെ മുകളിലൂടെ ജീപ്പൊക്കെ ഓടിച്ചു പോകുമത്രേ. ഉച്ചയോടെ ചാങ്ല പാസിലെത്തി. അവിടുന്ന് ലഞ്ചും കഴിച്ചതിന് ശേഷം ലേ നഗരം ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങി. പോകുന്ന വഴിയിൽ കല്ലിൽ തീർത്ത കുറെ പുരാതന ശേഷിപ്പുകളും കണ്ടു. വൈകിട്ടോടെ തിരിച്ച് ലേയിൽ നമ്മുടെ പഴയ ഹോട്ടലിലും എത്തി. ഇന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആകും. കാരണം നേരത്തെ പറഞ്ഞ ലഡാക്ക് മാരത്തോൺ നടക്കുന്നത് കാരണം മെയിൻ റോഡ് കുറേ ബ്ലോക്ക് ആക്കി വച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓട്ടക്കാരൻ ബ്രോ മാരത്തോൺ വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം തിരിച്ചു വന്നു. 12 മണിയോടെ ഞങ്ങൾ ലേ നഗരത്തോടും വിട പറഞ്ഞു. പുതിയ കാഴ്ചകൾ ഇനിയില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് മണാലിയിലേക്കുള്ള യാത്രയിലാണ്.
രാത്രിയോടെ സർച്ചു ക്യാമ്പ് സൈറ്റിൽ ഞങ്ങൾ തിരിച്ചെത്തി. ഈ 8 ദിവസം യാത്ര ചെയ്തപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ഒരു സ്വപ്നയാത്ര പൂർത്തിയാക്കിയ സന്തോഷം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി സന്തോഷത്തോടെ വീട്ടിൽ പോകാം. കയ്യിൽ കുറച്ച് ആപ്പിളുകളും പിന്നെ മനസ്സിൽ കുറേ ഓർമ്മകളുമായി ഞങ്ങൾ മണാലിയോട് യാത്ര പറഞ്ഞു. താഴ്വാരം